തൃശ്ശൂർ ലൂർദ് പള്ളി ഇടവകക്കാരനാണ്. ലൂർദ് പള്ളി പണിതിട്ട് 125 വർഷത്തിലധികമായി. കൃത്യം 125 വർഷം മുമ്പ് ആ പള്ളി ലത്തീൻ സഭയുടെ അധികാരത്തിന് കീഴിലായിരുന്നു. ഇപ്പോഴത്തെ തിരുഹൃദയ ലത്തീൻ പള്ളി കത്തോലിക്ക സഭയുടെ അധികാരത്തിലുമായിരുന്നു. 125 വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് സഭകളും പരസ്പരം ഈ പള്ളികൾ കൈമാറി. അങ്ങനെ 125 വർഷങ്ങൾക്ക് മുമ്പ് ലത്തീൻ സഭയുടെ കയ്യിലായിരുന്ന ആ പള്ളിയാണ് ഇന്നത്തെ ലൂർദ് പള്ളി. ഈ കഴിഞ്ഞ ആഴ്ചയിൽ തിരുഹൃദയ ലത്തീൻ പള്ളിക്കാർ അതിൻ്റെ 125-ാം വർഷം ആചരിക്കുകയുണ്ടായി. ലൂർദ് പള്ളി അതിന് ശേഷം 2 പ്രാവശ്യം പുതുക്കി പണിതു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് 3-4 വർഷങ്ങളുടെ ഉള്ളിൽ അതൊന്നുകൂടി റെനോവേറ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായി ലൂർദ് പള്ളി ഇടവകക്കാർ ഒരു സോവനിയർ ഇറക്കുന്നുണ്ട്. ആ സോവനിയറിൽ ഏതാനും ചിലരുടെ അഭിമുഖങ്ങൾ കൂടി ചേർക്കുന്നു. അങ്ങനെ ഇടവകക്കാരൻ തന്നെയായ മുമ്പ് സെൻറ്റ് തോമസ് കോളേജിൽ അധ്യാപകനായിരുന്ന ഒരു അധ്യാപകൻ, ഒരു മാഷ് എൻ്റെ അടുത്ത് വന്ന് ഒരു അഭിമുഖം ആവശ്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ചോദ്യം എഴുതി കൊണ്ടുവരിക, ഞാൻ ഓരോന്നിനും മറുപടി പറയാം. അങ്ങനെ അദ്ദേഹം എന്നോട് ഓരോ ചോദ്യങ്ങളായി ചോദിക്കുകയുണ്ടായി. 6-7 ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചത്. അതിൽ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: മാഷൊരു ശാസ്ത്ര അധ്യാപകനല്ലേ? അതേസമയം ഒരു തികഞ്ഞ മതവിശ്വാസിയാണെന്ന് എനിക്കറിയാം. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ? ഞാൻ പറഞ്ഞു, ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഐൻസ്റ്റീൻ ഇത് രണ്ടും ഒന്നിച്ച് പോകും എന്ന് പറയേണ്ടായിട്ടുണ്ട്. ഒന്നിച്ച് പോകും എന്ന് മാത്രമല്ല, ഒന്നിച്ച് പോയാലേ പൂർണ്ണത വരുള്ളൂ എന്നും അദ്ദേഹം പറയേണ്ടായി. അവ പരസ്പര പൂരകങ്ങളാണ് എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞതിൻ്റെ ആശയം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരിക്കും ഉദ്ധരിക്കുകയാണെങ്കിൽ അതിങ്ങനെയാണ്: സയൻസ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ലെയിം. ലെയിം എന്ന് വെച്ചാൽ മുടന്ത് ആണ് ലെയിം. അപ്പോൾ മുടന്തുള്ളതാണ് സയൻസ് വിത്തൗട്ട് റിലീജിയൻ എന്ന് പറഞ്ഞാൽ അത് വേണ്ടത്ര പ്രോഗ്രസ് ഉണ്ടാക്കുകയില്ല എന്നാണ്. വേണ്ടത്ര പ്രോഗ്രസ്, സയൻസിന് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ പറയും. വേണ്ടത്ര പ്രോഗ്രസ് ഉണ്ടാവില്ല എന്നാണ് ഐൻസ്റ്റീൻ്റെ അഭിപ്രായം. റിലീജിയൻ വിത്തൗട്ട് സയൻസ്, ദാറ്റ് ഈസ് ബ്ലൈൻഡ്. ശാസ്ത്രമില്ലാത്ത മതം അത് അന്ധമായിരിക്കും എന്നും. ഇത് രണ്ടുമാണ്. അപ്പോൾ രണ്ടും പരസ്പര പൂരകങ്ങളാണ്, ഒന്ന് മറ്റേതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് അതിനോട് ചേർന്ന വേറൊരു ആശയമുണ്ട്. അതിങ്ങനെയാണ്: സ്രഷ്ടാവായ ദൈവം സൃഷ്ടവസ്തുക്കളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഈ രഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ ശ്രമിക്കുന്ന ആ പ്രവൃത്തിയാണ് ശാസ്ത്രം. അനാവരണം ചെയ്യാൻ ശ്രമിക്കുന്നവനാണ് ശാസ്ത്രജ്ഞൻ. ഈ ഡെഫിനിഷൻ നമ്മൾ സ്വീകരിച്ചാൽ ശാസ്ത്രവും മതവും ഒന്ന് തന്നെയായിരിക്കും.
ശാസ്ത്രവും മതവും ഒന്ന് തന്നെ, മാറ്റമൊന്നും ഉണ്ടാവില്ല. ദൈവം സൃഷ്ടവസ്തുക്കളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ശാസ്ത്രത്തിലൂടെ അനാവരണം ചെയ്തിട്ടുള്ള എത്രയോ സത്യങ്ങളാണ്. ഈ സത്യങ്ങൾ എങ്ങനെ ഉണ്ടായി? അത് ഇവല്യൂഷനിലൂടെ അങ്ങനെ ഒരു ആക്സിഡൻ്റലായിട്ട് ഉണ്ടായതല്ല. ഇവല്യൂഷനല്ല, ആക്സിഡൻ്റലായിട്ട് വന്നു ചേർന്നതൊന്നുമല്ല. അതിൻ്റെ പുറകിൽ ഒരു വളരെ ഇൻ്റലിജൻ്റ് ബീയിങ് ഉണ്ട്. നീ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ പുറകിൽ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. പല മതസ്ഥർ പല വിധത്തിൽ പല പേരുകളിൽ അതിനെ വിളിക്കുമെങ്കിലും ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് എന്നാണ് പല നല്ല പുസ്തകങ്ങളിലും പറയുന്നത് ദൈവത്തെക്കുറിച്ച്. ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ്, ഇൻഫിനിറ്റ് ഗുഡ്നെസ് എല്ലാം ചേർന്നതാണ്, എല്ലാ നന്മകളും ചേർന്നതാണ്. അതും അതിൻ്റെ അനന്തമായ അളവിൽ ചേർന്നതാണ്. ഈ മതങ്ങളെ ഓരോരുത്തർ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പലരിലൂടെ വെളിപ്പെടുത്തപ്പെട്ടത് പല മതങ്ങൾ. ദൈവം ഏകനാണ്, ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ദൈവത്തെ ഓരോരുത്തർ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തെ നമ്മൾ അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് മതങ്ങളുണ്ടായത്. ദൈവത്തെ നമ്മൾ അന്വേഷിച്ചാൽ പൂർണ്ണമായി കണ്ടെത്തില്ല. കാരണം നമ്മളൊക്കെ പരിമിതികളുള്ളവരാണ്. ദൈവമാകട്ടെ ഇൻഫിനിറ്റാണ്, അനന്തമാണ്. അനന്തമായ ഒന്നിനെ പരിമിതികളുള്ള മനുഷ്യർ അന്വേഷിച്ചാൽ പൂർണ്ണമായി കണ്ടെത്തുകയില്ല. ആനയെ കാണാൻ പോയവരുടെ പോലെ ഇരിക്കും. ചിലർ ചെവി കണ്ടു, ചിലർ തുമ്പിക്കൈ കണ്ടു, ചിലർ മസ്തകം കണ്ടു, അങ്ങനെ ആയിരിക്കും. പൂർണ്ണമായ അറിവിന് എന്ത് വേണം? പൂർണ്ണമായ അറിവിന് ദൈവം തന്നെ അത് വെളിപ്പെടുത്തണം. ദൈവം പലരിലൂടെ വെളിപ്പെടുത്തുകയാണ് പല മതങ്ങൾ. മുഹമ്മദ് നബിയിലൂടെ വെളിപ്പെടുത്തിയത് ഇസ്ലാം മതം, ബുദ്ധനിലൂടെ വെളിപ്പെടുത്തിയത് ബുദ്ധമതം, മഹർഷിമാരിലൂടെ വെളിപ്പെടുത്തിയത് ഹിന്ദുമതം, യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയത് ക്രിസ്തുമതം. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ദൈവമാണിത് വെളിപ്പെടുത്തിയതെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മതങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങൾ കാണുന്നത്? ഞാൻ പറഞ്ഞു, മതങ്ങൾ തമ്മിൽ കാതലായ കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാൻ വഴിയില്ല. അതിൻ്റെ ആചരണങ്ങളിലൊക്കെയാണ്, അനുഷ്ഠാനങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ട് വ്യതിയാനം ഉണ്ടാകുന്നത്, വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നത്. അതിനും ഒരു കാരണമുണ്ട്, വ്യത്യസ്തരിലൂടെ വെളിപ്പെട്ടതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു, ഞാനൊരു ഫിസിക്സ് അധ്യാപകനാണ്. ഒരു ലെസൺ, ഇപ്പോൾ ന്യൂട്ടൺസ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഞാനൊരു ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിച്ചു. ഞാനാണ് ന്യൂട്ടൺസ് ലോസ് കുട്ടികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. അതിനുശേഷം ഞാൻ ഒരു പരീക്ഷ നടത്തുകയാണ്. പരീക്ഷ നടത്തിയാൽ ചിലർക്ക് 100% മാർക്ക് കിട്ടും, ചിലർക്ക് 80, ചിലർക്ക് 60, ചിലർ തോറ്റുപോയെന്നും വരാം. ഞാൻ തന്നെയാണല്ലോ വെളിപ്പെടുത്തിയത്, പിന്നെ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ മാർക്ക് ഇവർക്ക് ലഭിക്കുന്നത്? ആരിലൂടെ വെളിപ്പെടുത്തി എന്നുള്ളതാണ്. ആ വിദ്യാർത്ഥിയുടെ ഒരു പേഴ്സണാലിറ്റി
ആ ഉത്തരങ്ങളിൽ കാണുന്നത് പോലെ വെളിപ്പെടുത്തപ്പെട്ട ആ വ്യക്തികൾ, അവരുടെ ജീവിതാനുഭവങ്ങൾ, അവർ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ അവർ പറയുന്ന മതത്തിന് ഉണ്ടായിരിക്കും. ആ ചെറിയ ഇൻഫ്ലുവൻസുകളൊക്കെ ഉണ്ടായിരിക്കും. പിതാവായ ദൈവത്തെ നേരിട്ട് അറിയുന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു. അപ്പോൾ അമേരിക്കയിൽ പോയി അവിടെ കുറേ കാലം ജീവിച്ച് അവിടെ നിന്ന് വന്ന ഒരാൾ അമേരിക്കയെക്കുറിച്ച് നമ്മളോട് വിവരിക്കുമ്പോൾ അത് കുറേ കൂടി യഥാതഥമായിരിക്കുമല്ലോ. ഞാൻ അമേരിക്കയെക്കുറിച്ച് ചരിത്ര പുസ്തകങ്ങൾ വായിച്ച് പലരും പറയുന്നത് കേട്ട് ഒക്കെ ഞാൻ പറഞ്ഞാൽ അത് അത്രയ്ക്കും പൂർണ്ണമാകില്ലല്ലോ. ഇത് തന്നെയാണ് കാര്യം. യേശു ക്രിസ്തു അവകാശപ്പെടുന്നത് താൻ പിതാവായ ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു പഠിപ്പിച്ച ആ മതം അത് പൂർണ്ണതയുള്ളതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്: അങ്ങനെയാണെങ്കിൽ നിരീശ്വരന്മാരെ പറ്റി എന്തു പറയുന്നു? അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി വിശദീകരിച്ചു കൊടുത്തു. നമ്മൾ സൃഷ്ടലോകത്തെ കാണുന്നത് 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ്. സൃഷ്ടലോകത്തിലെ രഹസ്യങ്ങൾ തിരിച്ചറിയുന്നത് 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ്. ഈ രഹസ്യങ്ങളിലൂടെ നമ്മൾ ആ സൃഷ്ടലോകത്തിൻ്റെ പുറകിലുള്ള സ്രഷ്ടാവിനെ തിരിച്ചറിയുന്നു. 5 ഇന്ദ്രിയങ്ങൾ സ്രഷ്ടാവിനെ തിരിച്ചറിയാനുള്ള ഉപകരണങ്ങളാണ്. നമുക്ക് 6ാമത് ഒരു ഇന്ദ്രിയമുണ്ട്. ആ ഇന്ദ്രിയം സ്രഷ്ടാവുമായി നേരിട്ട് ആശയവിനിമയം നടത്താനുള്ളതാണ്. നിരീശ്വരന്മാർ ഈ 6ാമത്തെ ഇന്ദ്രിയത്തെക്കുറിച്ച്, ആ 6ാമത്തെ ഇന്ദ്രിയത്തിലൂടെ പ്രാപിക്കാവുന്ന അറിവിനെക്കുറിച്ച് അജ്ഞരാണെന്നോ അജ്ഞരാണ് എന്ന് തന്നെ പറയാം. അപ്പം അങ്ങനെയുള്ളവരെ നമുക്ക് വിളിക്കാവുന്നത് അവർ വികലാംഗരാണെന്നാണ്. ഞാൻ നിരീശ്വരന്മാരെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: അവർ വികലാംഗരാണ്. കാരണം കണ്ണിനോ കാതിനോ ഏതെങ്കിലും ഒരു സെൻസിന് പ്രവർത്തനശേഷിയില്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ വിളിക്കുക വികലാംഗൻ എന്നാണ്. ഇവിടെ 6ാമത്തെ ഇന്ദ്രിയം അവർക്ക് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവരെ ഞാൻ വികലാംഗൻ എന്ന് വിളിക്കും. ഇപ്പോൾ നിരീശ്വരന്മാർ നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ ഒരു വികലാംഗനായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അവർക്ക് പൂർണ്ണമായ അറിവ് ലഭിക്കുന്നില്ല. സൃഷ്ടവസ്തുക്കളെക്കുറിച്ചൊക്കെ ഒരുപാട് അറിവ് അവർക്കുണ്ടാവാം. പക്ഷേ അതിൻ്റെ പുറകിലുള്ള ആ സ്രഷ്ടാവിനെക്കുറിച്ചുള്ള അറിവ് അവർക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവരെ അങ്ങനെ വിളിക്കുന്നത്. ഇനിയും ഒരു ആശയം കൂടി ഉണ്ടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അത് ഇങ്ങനെയാണ്: നമ്മൾ നിരീശ്വരൻ എന്ന് വിളിക്കുന്ന ആ വ്യക്തി യഥാർത്ഥത്തിൽ നിരീശ്വരനാകണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈശ്വര സങ്കല്പം അത് വ്യത്യസ്തമായത് ആയിരിക്കാം. ഈശ്വര സങ്കല്പം ഇപ്പോൾ മതവിശ്വാസികളിൽ തന്നെ ഈശ്വര സങ്കല്പത്തിന് മാറ്റല്ലേ? എല്ലാവർക്കും ഒരേ ഈശ്വര സങ്കല്പമല്ലല്ലോ. അതുപോലെ ഇവർക്ക് ഈശ്വര സങ്കല്പത്തിൽ അല്പം മാറ്റമുണ്ടെന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവരെ നിരീശ്വരൻ എന്നൊക്കെ വിളിക്കണമെന്ന് മാത്രം. അങ്ങനെ നമ്മൾ അവരെ വിളിക്കുന്നത് നമ്മളുടെ ഒരു കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരാൾക്കും സ്രഷ്ടാവായ ദൈവത്തെ നിഷേധിക്കാൻ പറ്റില്ല. അവർക്ക് വാക്ക് വേറെയാവാം, ദൈവം എന്നാവില്ല. എന്തായാലും സൃഷ്ടിയെ അല്ല
അതിൻ്റെ പുറകിലുള്ള ഒരു വ്യക്തി, ഒരു ശക്തി, അതിനെ അവർ അംഗീകരിക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു കാലഘട്ടത്തിൽ അവർ അങ്ങനെ തുറന്ന ഒരു വിശ്വാസത്തിൻ്റെ നിലപാട് എടുക്കുന്നില്ല എങ്കിൽ പോലും അവരുടെ ജീവിത കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും അവർ അത്തരത്തിലുള്ള ഒരു ഇൻഫിനിറ്റ് ഇൻ്റലിജൻസിനെ കുറിച്ച് ബോധമുള്ളവരായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം എന്നോട് ചോദിച്ച ഏതാനും ചോദ്യങ്ങളിൽ ഇതേപ്പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒന്ന്, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണ്? ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത്? എന്തുമാത്രം യാതനകളുമാണ് മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ദൈവം സൃഷ്ടിച്ചത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ വരുന്നത്? എനിക്ക് വാസ്തവത്തിൽ വളരെ നല്ല ഒരു ചോദ്യമായിട്ട് തോന്നി. പലരുടെയും മനസ്സിൽ അങ്ങനെ ഉണ്ടാവാം. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ എന്നെ സൃഷ്ടിച്ചത്. ഈ സാഹചര്യത്തിൽ എന്നെ സൃഷ്ടിച്ചത് എനിക്ക് എന്തുമാത്രം ദുസ്സഹമായ വേദനകളും കഷ്ടപ്പാടുകളുമാണ് വരുത്തി വെച്ചത്. എന്നെ അങ്ങനെ സൃഷ്ടിച്ചില്ലായിരുന്നു എങ്കിൽ എനിക്കിതൊന്നും സഹിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളുടെ പുറകിൽ അദ്ദേഹം തൊടുത്തുവിട്ട കാര്യങ്ങൾ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിന് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി. ഇത് ഞാൻ മുമ്പ് കുട്ടികളോട് പറഞ്ഞിട്ടുള്ളൊരാശയമായതുകൊണ്ട് എനിക്ക് പെട്ടെന്നത് പറയാൻ പറ്റി. ഞാൻ പണ്ടൊരിക്കൽ കുട്ടികളോട് ഇങ്ങനെ പറയേണ്ടായി, നിങ്ങൾ ഭാവിയിൽ വിവാഹിതരാകും, നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. പരസ്പരം നിങ്ങൾ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ഒരു പ്രോഡക്റ്റായിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. ആ കുഞ്ഞുങ്ങളുണ്ടാകുന്നത് നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, അങ്ങനെ സ്നേഹിക്കുകയാണെന്നുള്ളതിന് എന്താ തെളിവ്? സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കഷ്ടതകളൊക്കെ വരുമോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നാണ് അർത്ഥം. ദൈവം ഓരോ മനുഷ്യനിലും ഒരുപാട് കഴിവുകൾ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കഴിവുകൾ. ആ കഴിവുകളൊക്കെ വളർത്തിയെടുക്കാനുള്ള അവസരങ്ങൾ ചുറ്റിലും വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അത് നമ്മുടെ വീട്ടിൽ തന്നെ ആവണമെന്നില്ല, പക്ഷെ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയും അടുത്ത് തന്നെ ആവണമെന്നില്ല. ഇത്രയും വിശാലമായ ലോകത്തിൽ എവിടെയെങ്കിലും നമ്മുടെ കഴിവുകൾ വളർത്തിയെടുക്കാനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ വീട്ടിലാകണമെന്നില്ല. ചോദിച്ചു, മാഷ്ക്ക് തന്നെ പരിചയമില്ലേ, വീട്ടിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ള ആളുകൾ എത്രയോ പേരാണ് പുറത്ത് പോയി ഗൾഫിലും ഒക്കെ പോയി അവിടെയൊക്കെ വലിയ ആളുകളായി തിരിച്ചു വരുന്നത്. അപ്പോൾ അവരിൽ ദൈവം കഴിവുകൾ വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ കഴിവുകൾ വളർത്തിയെടുക്കാനുള്ള സൗകര്യങ്ങളും അവസരങ്ങളും എല്ലാം ഈ ലോകത്തിൽ തന്നെ ദൈവം സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. അതാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്. അന്വേഷിക്കുവേൻ,
നീ കണ്ടെത്തും. അത് കണ്ടെത്തിയവന് കൂടുതൽ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കും. ഇനിയും ഇനിയും കൊടുക്കും. യേശു വീണ്ടും പറഞ്ഞു, മാർക്കോസ് 4:25 തോന്നുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്നുള്ളതുപോലും എടുത്ത് മാറ്റപ്പെടുമെന്ന്. ഉള്ളവനെന്ന് പറയുന്നത് നമ്മളിലുള്ള കഴിവുകൾ കണ്ടെത്തിയവനാണ്. ചുറ്റുപാടും കഴിവുകൾ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയവനാണ്. അവന് വീണ്ടും വീണ്ടും കൊടുക്കപ്പെടും. ഇതൊന്നും മനസ്സിലാക്കാത്തവനിൽ നിന്നുള്ളത് പോലും എടുത്ത് മാറ്റപ്പെടും. അപ്പം അദ്ദേഹം എന്നോട് ഒരു ചോദ്യം കൂടി ചോദിച്ചു, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ദൈവം നമ്മളിൽ വസിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് പെട്ടെന്നൊരാശയം ഇങ്ങനെ മനസ്സിൽ തോന്നി. മാഷൊരു വീട് പണിതിട്ടില്ലേ? ഉവ്വ. എന്തിനാണ് മാഷ് വീട് പണിതത്? മാഷ്ക്ക് താമസിക്കാൻ വേണ്ടി. അത് തന്നെയാണ് ഇവിടെ ഉത്തരം. ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന് രണ്ടാമത്തെ ഉദ്ദേശം ദൈവത്തിന് നമ്മളിൽ താമസിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് നമ്മളിൽ താമസിക്കാൻ. എന്തിനു വേണ്ടി? ആ കഴിവുകൾ, അവന് കൊടുത്തിട്ടുള്ള കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനൊക്കെയുള്ള ആ മെസ്സേജുകൾ അവന് കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളിൽ വസിക്കുന്നു. പക്ഷേ നമ്മൾ പലപ്പോഴും ദൈവത്തിന് വസിക്കാൻ പറ്റാത്ത ഒരു ഇടമാക്കി അതിനെ മാറ്റുകയാണ്. ദൈവത്തിന് വസിക്കാൻ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ വേണ്ടൂ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇതാണ്: അവനവനെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുക. സ്നേഹം മാത്രമേ വേണ്ടൂ. അത് 3 തലങ്ങളിലുള്ള സ്നേഹം ഉണ്ടെങ്കിൽ ദൈവം നമ്മളിൽ വസിക്കും. 1, ദൈവത്തെ സ്നേഹിക്കുക. 2, അവനവനെ സ്നേഹിക്കുക. 3, മറ്റുള്ളവരെ സ്നേഹിക്കുക. അപ്പോൾ ഒരൊറ്റ കണ്ടീഷൻ മാത്രമാണ് ദൈവം ആവശ്യപ്പെടുന്നത്: സ്നേഹം ഉണ്ടാവുക. യോഹന്നാൻ പറഞ്ഞു, ദൈവം സ്നേഹമാകുന്നു എന്ന്. അപ്പം നമ്മളിൽ ഈ 3 തരത്തിലുള്ള സ്നേഹവും ഉണ്ടാകുമ്പോൾ നമ്മളിൽ ദൈവം വസിക്കുന്നുണ്ട്. ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരാശയവും കൂടി വന്നു. മാഷൊരു വീട് പണിതു. മാഷയുടെ അപ്പനെയും അമ്മയെയും കൂട്ടി ആ വീട്ടിൽ വന്ന് താമസാക്കി. അങ്ങനെ അപ്പനോ അമ്മയ്ക്കോ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അവരെ നിങ്ങൾ സ്നേഹിക്കാതിരിക്കുക, നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിക്കാതിരിക്കുക, നിങ്ങൾ കണ്ടമാനം കള്ളുകൂടിയും ഒക്കെയായി മോശമായ കാര്യങ്ങളൊക്കെ ചെയ്തു, മറ്റുള്ളവരെ നിങ്ങൾ ഉപദ്രവിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ അപ്പനും അമ്മയും എന്താ ചെയ്യുക? നിങ്ങളുടെ അപ്പനും അമ്മയും ദുഃഖിതരായിട്ടിരിക്കുമെന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെ അവർക്ക് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. ഇതൊക്കെ തന്നെയാണ് ദൈവത്തിൻ്റെയും അവസ്ഥ. നമ്മൾ ദൈവത്തെ റെക്കഗ്നൈസ് ചെയ്യാതിരിക്കുക, ഏറ്റുപറയാതിരിക്കുക, അതുപോലെ തന്നെ സ്നേഹിക്കാതിരിക്കുക, അവനവന് ദ്രോഹം വരുന്ന എന്തെങ്കിലും ചെയ്യുക, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുക, ഇതൊക്കെ വരുമ്പോൾ ദൈവം നമ്മളിൽ വസിക്കുന്നുണ്ടാവില്ല. നമ്മൾ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ ദൈവം നമ്മളിൽ ഉണ്ടാകും. നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കും, എല്ലാ കാര്യങ്ങളും. അവിടുന്ന് നമ്മുടെ ഒരു അപ്പൻ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ പോലെ
നിർദ്ദേശങ്ങൾ തരും, നമുക്ക് വേണ്ടി എല്ലാ ശുശ്രൂഷകളും ചെയ്തു തരും. ഒരൊറ്റ കാര്യമേ വേണ്ടൂ, സ്നേഹത്തിൽ നിലനിൽക്കുക. ഈ എപ്പിസോഡിൻ്റെ സമയമായതുകൊണ്ട് ഞാൻ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു.